ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ശക്തമായ കടലേറ്റത്തിൽ അഹമ്മദ് കുരിക്കൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് തകർച്ചയുടെ വക്കിലാണ്. പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പല പ്രദേശത്തും ശുദ്ധജലത്തിന് പകരം ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. ഫലവൃക്ഷാദികൾ ഉപ്പുവെള്ളം കയറി നശിക്കുന്ന അവസ്ഥയാണ്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കനോലി കനാലും തെക്ക് ചേറ്റുവ പുഴയുമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടപ്പുറം പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും കടലും പുഴയും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത്. കടലാക്രമണം തടയാൻ പുലിമുട്ടോടുകൂടെയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ഹോട്ടല് നിൽക്കുന്ന ഭാഗം കടലെടുത്ത് പോയിരിക്കുകയാണ്. അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടായിരുന്നു ഹോട്ടലിനോട് ബന്ധിച്ച്. അത് താഴോട്ട് വീണ് 2 തെങ്ങ് വീണിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 10 മീറ്റർ ദൂരമുള്ളും റോഡും കടലുമായിട്ട് വളരെ അധികം പ്രയാസത്തിലാണ് ഈ പരിസരവാസികൾ ജീവിക്കുന്നത്. ഉപ്പുവെള്ളമാണ് ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ അഞ്ചങ്ങാടി വളവ് എന്ന് പറഞ്ഞ പ്രദേശം. ഈ ആവശ്യമുന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തീരദേശ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചങ്ങാടി വളവിൽ തീരദേശ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രക്ഷാധികാരി PK ബഷീർ, പ്രസിഡന്റ് CBA ഫത്താഹ്, ജനറൽ സെക്രട്ടറി AK ഷുഹൈബ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C മുസ്താഖലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പോലീസും സമരസമിതി നേതാക്കളും നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണ ദുരന്തങ്ങൾ ചൂണ്ടിക്കാട്ടി കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഭീമ ഹർജി സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്.